ഇന്ന് നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയുടെ യൂണിറ്റ് 1ൻ്റെ തന്നെ പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. ഈ പാർട്ട് 2-ൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള PP1 ആൻഡ് PP2 അതിൻ്റെ കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ എഴുതുന്നതിന് മുമ്പ് ടെക്സ്റ്റിൽ അതിൻ്റെ എയിം എന്താണ്, സ്കോപ്പ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. PP1 എന്ന് പറയുമ്പം പോസിറ്റീവ് സൈക്കോളജി 1-ഉം അത് വേവ് 1, വേവ് 2 എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി 2. അത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പം നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഒരു ഗുഡ് ലൈഫ് ലീഡ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതാണ് ഈ പോസിറ്റീവ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സെലിഗ്മാനും പിന്നെ പോൾ ടി വോങ്ങും അങ്ങനെ 2 പേരാണ് ഈ PP1-ഉം PP2-ഉം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് PP1 ആണ്, സെലിഗ്മാൻ്റെ ആണ്. അപ്പം സെലിഗ്മാൻ്റെ ഇത് വെച്ചിട്ട് ഈ PP1-ൻ്റെ അതായത് പോസിറ്റീവ് സൈക്കോളജി 1-ൻ്റെ എയിം അല്ലെങ്കിൽ അജണ്ട എന്ന് പറയുന്നത് ഒരു 3 എണ്ണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ ഇങ്ങനെ ഡെഫിനേഷൻ പലര് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ എയിം ഓഫ് അല്ലെങ്കിൽ അജണ്ട ഓഫ് പോസിറ്റീവ് സൈക്കോളജി 1 അക്കോർഡിംഗ് ടു സെലിഗ്മാനും പിന്നെ വേറെ ഒരു പുള്ളിയുടെ പേരുണ്ട് സിക്സ്ജെൻമിഖായിൽ 2000. അപ്പോൾ അവർ രണ്ടുകൂടെ ചേർന്നിട്ടാണ് ഈ PP1-ൻ്റെ അജണ്ട കൊണ്ടുവന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, ടു ആർട്ടിക്കുലേറ്റ് എ വിഷൻ ഓഫ് ഗുഡ് ലൈഫ് ദാറ്റ് ഈസ് എംപെരിക്കലി സൗണ്ട് വൈൽ ബീയിങ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് അട്രാക്റ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് എയിം എന്ന് വെച്ചാൽ ടു ആർട്ടിക്കുലേറ്റ് എ വിഷൻ ഓഫ് ഗുഡ് ലൈഫ്, ഒരു ഗുഡ് ലൈഫ് രൂപീകരിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനത്തെ? എംപെരിക്കലി സൗണ്ടായിരിക്കണം, അതായത് പ്രൂഫ് ഉണ്ടായിരിക്കണം അതിന്. പിന്നെ അതേപോലെ വൈൽ ബീയിങ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് അട്രാക്റ്റീവ്, അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഒരു ഗുഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർ തുറന്നിറങ്ങുന്നു, കാർപ്പറ്റ് വിരിക്കുന്നു, നമുക്ക് ചുറ്റും ഒരുപാട് പരിചാരകർ, ചിലർക്ക് ഫാൻറ്റസി ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഗുഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി, അതായത് എല്ലാ തരത്തിലും സോഷ്യലി എല്ലാം നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കണം, അത് അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കണം. ഒരിക്കലും ഒരു മായാലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ഗുഡ് ലൈഫ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എംപെരിക്കലി സൗണ്ട് ആയിരിക്കണം എന്ന് പറയുന്നത്. അത് പ്രൂഫുണ്ട്. പലതരം കുടുംബങ്ങളെ വെച്ചിട്ട് ഈ പോസിറ്റീവ് സൈക്കോളജി പഠിക്കാറുണ്ട്. പല ഇൻഡസ്ട്രീസ്, പല കമ്പനീസ്, നന്നായിട്ട് പോകുന്ന കുടുംബങ്ങളില്ലേ, എല്ലാ തരത്തിലും നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് വലിയ നല്ല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ചില രാജ്യങ്ങളിൽ വളരെ നന്നായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജി എങ്ങനെ അവിടെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ എയിം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടു ഷോ വാട്ട് ആക്ഷൻസ് ക്യാൻ ലീഡ് ടു വെൽബീയിങ് ടു പോസിറ്റീവ് ഇൻഡിവിജ്വൽസ് ആൻഡ് ത്രൈവിങ് കമ്മ്യൂണിറ്റീസ്. സെയിം തിങ് തന്നെയാണ്. അതായത് ആക്ഷൻസ് എന്താണെന്ന് ഫസ്റ്റ് പറഞ്ഞു, ആർട്ടിക്കുലേറ്റ് എ വിഷൻ ഓഫ് ഗുഡ് ലൈഫ്, ഒരു വിഷൻ രൂപീകരിക്കുക. രണ്ടാമത്തേത് ഏതൊക്കെ ആക്ഷനാണ് ഒരു നല്ല വെൽബീയിങ്ങിന് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ത്രൈവിങ് കമ്മ്യൂണിറ്റീസ്, അതായത് എനർജറ്റിക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് കുതിച്ച് ചാടുന്ന കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ പറയത്തില്ലേ, അതായത് എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ടൈപ്പ് കമ്മ്യൂണിറ്റീസ്, അതിന് എന്തൊക്കെ ആക്ഷൻസ് ആണ് വേണ്ടത്. മൂന്നാമത്തേത് ടു ഹെൽപ്പ് ഡോക്യുമെൻറ്റ്, എന്ത് ഡോക്യുമെൻറ്റ് ചെയ്യാനായിട്ട്. വാട്ട് കൈൻഡ്സ് ഓഫ് ഫാമിലീസ് റിസൾട്ട് ഇൻ ചിൽഡ്രൻ ഹൂ ഫ്ലറിഷ്, വാട്ട് വർക്ക് സെറ്റിംഗ്സ് സപ്പോർട്ട് ദ ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് വർക്കേഴ്സ്, what policies result in the strongest civic engagement, and how people's lives can be most worth living. ലാസ്റ്റ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു 4 ആണ് പറയുന്നുണ്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ വാട്ട് ടൈപ്പ് ഓഫ്, അതായത് ഏതൊക്കെ തരത്തിലുള്ള ഫാമിലീസിലാണ് കുട്ടികൾ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നത്. ഫ്ലറിഷ് ചെയ്യുന്നത് വെച്ചാൽ പൂവിടുക എന്നുള്ളത്, അതായത് എങ്ങനെ നല്ല രീതിയിൽ വളരുക എന്നുള്ളതിൻ്റെ അർത്ഥമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ വാട്ട് വർക്ക് സെറ്റിംഗ് സപ്പോർട്ട് ദ ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് വർക്കേഴ്സ്, അതായത് ചില കമ്പനിയിലെ വർക്കേഴ്സ് ജോലിക്ക് കയറി 1 മാസത്തിനകം ചിലർ പിരിഞ്ഞു പോകാറുണ്ട്. അത് കമ്പനിയുടെ പ്രോഗ്രസ്സിനെ ബാധിക്കത്തില്ലേ. പക്ഷേ ചില കമ്പനി നോക്ക് എത്ര വർഷം കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ നിൽക്കാറുണ്ട്.
കമ്പനി ഡെവലപ്പ് ചെയ്യുകയും അവരുടെ ലൈഫും അതനുസരിച്ച് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പം യൂസഫലിയുടെ ഇപ്പം ലുലു മാളിൻ്റെ ഓണർ, പുള്ളിയുടെ എത്രയോ വർഷങ്ങളായിട്ട് പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പുള്ളിയുടെ ആ ഒരു ബിഹേവിയറാണ്, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് വർക്കേഴ്സിനോട് പെരുമാറുന്നത് എന്നുള്ളതൊക്കെയുള്ളതാണ് അവരുടെ ഒരു വിജയത്തിൻ്റെ കാരണം. അതായത് അവിടെ പോസിറ്റീവ് സൈക്കോളജിയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ചില രാജ്യങ്ങളിൽ ഈ സിവിക് എൻഗേജ്മെൻ്റാണ് പറയുന്നത്. ചില രാജ്യങ്ങളിൽ ചില പോളിസീസ് ഗവൺമെൻറ് കൊണ്ടുവരാറുണ്ട്. അപ്പം ആ പോളിസീസ് ജനങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ പ്രാവശ്യത്തെ ചിലപ്പോൾ ഇലക്ഷന് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടാകാറുണ്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ നമുക്ക് നോക്കാം. പോളിംഗ് ശതമാനം കൂടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പം ആ ഭരണത്തിലിരിക്കുന്ന ആ ഒരു പാർട്ടിയുടെ ചിലപ്പം പോളിസീസ്, ഗവൺമെൻറ് നയങ്ങളൊക്കെ നല്ലതായിരിക്കും. അതായത് ആൾക്കാരുടെ ജീവിതത്തിനെ എൻകറേജ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള നയങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സിവിക് എൻഗേജ്മെൻറ്റിന് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കും. അതായത് സിവിക് എൻഗേജ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. പൊളിറ്റിക്കലി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമല്ലോ, ചിലപ്പം സമരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ പോളിസി പാസ്സാക്കുക അല്ലെങ്കിൽ വോട്ട് ചെയ്യുക, അങ്ങനെയുള്ള വലിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങളെ എങ്ങനെ ഒരുമിപ്പിക്കും, അവിടെയും ഈ പോസിറ്റീവ് സൈക്കോളജി ഇടപെടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഹൗ പീപ്പിൾസ് ലൈഫ്സ് ക്യാൻ ബി മോസ്റ്റ് വർത്ത് ലിവിങ്. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ ലൈഫ് എങ്ങനെ ഏറ്റവും നല്ലതായിട്ട് വർത്താവുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതിൽ തന്നെ അവനവൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു വാല്യൂ നമുക്ക് സ്വയം ഉണ്ടെന്ന് തോന്നുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ആർക്കാണ്ട് വേണ്ടി ജീവിച്ച് മരിക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ലൈഫ് വർത്താണെന്ന് തോന്നാറില്ല. ചിലർക്കെങ്കിലും അങ്ങനെ നെഗറ്റീവ് ഓപ്പോസിറ്റായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും. എന്നാലും ഒരു മനുഷ്യൻ, അത് ഓരോ ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. ഓരോ മനുഷ്യനും എങ്ങനെയാണ് അവരുടെ ലൈഫ് വർത്ത് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലരെ ഫുൾ ടൈം ആരുടെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ജീവിക്കുമ്പോഴായിരിക്കും വർത്താവുന്നത്. ചിലർക്ക് അങ്ങനെയല്ല. എന്നാലും ഒരാളുടെ ജീവിതം വർത്താവണമെന്ന് സ്വയം തോന്നണമെങ്കിൽ അവരുടെ ലൈഫിന് അവർക്കൊരു വാല്യൂ ഉണ്ടാവണം. അപ്പം അതെപ്പോഴാണ് തോന്നുന്നത്? ശരിക്കും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ, നമ്മുടെ മനസ്സിൽ പോസിറ്റിവിറ്റി കൂടുമ്പോഴേ അങ്ങനെ തോന്നത്തുള്ളൂ. ഫുൾ നെഗറ്റീവ് അടിച്ചിരുന്നാൽ നമ്മളെപ്പോഴും ആരുടെയെങ്കിലും അടിമയായിട്ട് ജീവിക്കേണ്ടി വരും ലൈഫിലും. അപ്പം അതാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ എയിം അല്ലെങ്കിൽ അജണ്ട എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ അടുത്തത് ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ മാനിഫെസ്റ്റോയ്ക്കകത്തും പറയുന്നുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ആൾക്കാർ പറയുന്ന ഓരോരോ പോസിറ്റീവ് സൈക്കോളജിയെ പറ്റി പറയുന്ന ഡെഫിനിഷൻ അല്ലെങ്കിൽ എയിം ഒക്കെയാണ്. അപ്പോൾ ഷെൽഡൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് സൈക്കോളജിയുടെ എയിം എന്ന് പറയുന്നത് ഓപ്റ്റിമൽ ഫങ്ഷനിങ് ആണ്. ഓപ്റ്റിമൽ ഫങ്ഷനിങ് എന്ന് വെച്ചാൽ മനുഷ്യനെന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ റിലേഷണൽ മാത്രമല്ല, എക്സ്പെരിമെൻ്റൽ മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ, കൾച്ചറൽ, അതായത് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ എല്ലാം ഒരു ഓപ്റ്റിമൽ ഫങ്ഷനിങ് വേണം. അതായത് അവർ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് വേണം. അപ്പം എനിക്കൊക്കെ ഫിസിക് ഓക്കെയാണ്, പക്ഷേ എൻ്റെ റിലേഷനൊന്നും ഓക്കെ അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്റ്റിമൽ ഫങ്ഷനിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലായിടത്തും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഓപ്റ്റിമൽ ഫങ്ഷനിങ് എന്ന് പറയത്തുള്ളൂ. അപ്പം അതായത് ഇത്രയും ഡിഫറെൻറ്റ് ലെവൽസാണ് ഈ പറയുന്നത്. അതായത് ഒരു മനുഷ്യനെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, മനസ്സിലായോ? അത് സോഷ്യലാകാം, റിലേഷനിലാകാം, പേഴ്സണലാകാം, അങ്ങനെ. അപ്പം അവിടെ എല്ലാം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അത് തമ്മിലൊരു ഡൈനാമിക് റിലേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം എനിക്കിപ്പം എൻ്റെ ഹെൽത്ത് മാത്രം ഓക്കെ ആയാൽ മതി, പക്ഷേ ഓക്കെ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ എനിക്കിപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്ത് ഡയറ്റ് ചെയ്ത് ഓക്കെ എൻ്റെ ഹെൽത്ത് മാത്രം ഓക്കെ ആക്കി വെക്കും, പക്ഷേ എനിക്കൊരു ഇൻകം ഇല്ല, എനിക്ക് എൻ്റെ കരിയർ ഫ്ലോപ്പാണെങ്കിൽ അതെൻ്റെ ഹെൽത്തിനെ ബാധിക്കും. സോ ഇതെല്ലാം തമ്മിലൊരു റിലേഷൻ ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത്
നെഗറ്റീവ്, അതായത് ഇന്നെവിറ്റബിൾ അഡ്വേഴ്സിറ്റി വരുമ്പോൾ ഹ്യൂമൻ എങ്ങനെയാണ് അതിനെ മീനിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫ് നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ ഹ്യൂമൻസ് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേന്ന് പറയുന്നത് ഈ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് നമുക്ക് ചുറ്റും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതായത് റിലേഷനിലുണ്ട്, സോഷ്യലുണ്ട്, പേഴ്സണലുണ്ട്. അപ്പം ഇവിടെ എല്ലാം നടക്കുന്ന പ്രോസസ്സാണ് ഫുള്ള് നമ്മുടെ ഈ ഗുഡ് ലൈഫ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എനിക്ക് എൻ്റെ ഹെൽത്ത് മാത്രം ഓക്കെ ആയാൽ, സാറ്റിസ്ഫൈഡ് ആയാൽ എനിക്ക് ഗുഡ് ലൈഫല്ല. എനിക്ക് എൻ്റെ റിലേഷൻസ് ഓക്കെ ആവണം, സോഷ്യലി ഞാൻ ഓക്കെ ആവണം, എൻ്റെ കരിയർ വൈസ് ഞാൻ ഓക്കെ ആവണം, കൾച്ചറലി ഞാൻ ഓക്കെ ആവണം. എങ്കിൽ മാത്രമേ ഞാൻ കംപ്ലീറ്റ് എനിക്ക് ഗുഡ് ലൈഫാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഓപ്റ്റിമൽ ഫങ്ഷനിങ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ് ആണ് പറയുന്നത്. അത് ഷെൽഡൻ്റെ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് സൈക്കോളജിയെ പറ്റി, പോസിറ്റീവ് സൈക്കോളജിയെ പറ്റി പുള്ളിയുടെ ഒരു അഭിപ്രായമാണിത്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നും, പക്ഷേ ഇവിടെ എല്ലാം ഈ ഒരു എന്താ പറയുക, ഇച്ചിരി ബോറിംഗ് ആയിട്ട് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് സൈക്കോളജി ഇസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓപ്റ്റിമൽ ഹ്യൂമൻ ഫങ്ഷനിങ്. സെയിം തിങ് ആണ്, മേളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ താഴെ പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ സെലിഗ്മാൻ ആണ് ഇത് പോസിറ്റീവ് സൈക്കോളജി സെൻറ്റർ പെനിൻസുലയിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ പുള്ളിയാണ് അതിനൊരു ഇതിട്ടത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പോസിറ്റീവ് സൈക്കോളജി സെൻറ്റർ ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് പെനിൻസുല ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവിലും പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്ട്രെങ്ത് ദാറ്റ് എനേബിൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു സ്ട്രൈവ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ ഗുഡ് ലൈഫിലേക്ക് നയിക്കുന്ന സ്ട്രെങ്ത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പോസിറ്റീവ് സൈക്കോളജി. അപ്പം അക്കോർഡിംഗ് ടു ഡക്വർത്ത്, റോസിൻ ആൻഡ് സെലിഗ്മാൻ, ദ 3 സെൻട്രൽ കൺസേൺസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി. എഗെയിൻ സെലിഗ്മാൻ, റോസിൻ, ഡക്വർത്ത് അവർ പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിക്ക് 3 സെൻട്രൽ കൺസേൺസ് ഉണ്ട്. എന്തൊക്കെയാണ്? പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഒന്നാമത്തേത്, പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ് രണ്ടാമത്തേത്, പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂന്നാമത്തേത്. പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇമോഷൻസ് ആണ്. അതായത് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, നമ്മൾ പ്രസൻറ്റിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഫ്യൂച്ചറിലേക്ക് അത് നമുക്ക് ഹോപ്പ് തരുന്നുണ്ടോ. അതായത് PPE1 എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി എന്താണ്, നമ്മളെപ്പോഴും നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ പാസ്റ്റിൽ നല്ല എക്സ്പീരിയൻസ് നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രസൻറ്റിൽ നമ്മളത് നമ്മൾ സന്തോഷിച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് ഹോപ്പ് വെച്ച് ജീവിക്കുക. അതാണ് പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്. അത് ഓരോരുത്തർക്കും ഓരോ പോസിറ്റീവ് ട്രേറ്റ്സ് ഉണ്ടായിരിക്കും, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ചിലർക്ക് ആൾട്രൂയിസം ഉണ്ടാകും, അതായത് പരോപകാരം, ഇറ്റ്സ് എ ഗുഡ് ട്രേറ്റ് ആണ്. പിന്നെ അതുപോലെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും, ക്യൂരിയോസിറ്റി ഉണ്ടാകും, ഇൻറ്റഗ്രിറ്റി ഉണ്ടാകും, സെൽഫ് കൺട്രോൾ ഉണ്ടാകും, സ്പിരിച്വാലിറ്റി, ഹ്യൂമർ ഉണ്ടാകും. അപ്പം അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുക. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഈ നല്ല പ്രോഗ്രസ്സിൽ പോകുന്ന, അല്ലെ ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പം ലുലു മാൾ. അപ്പോൾ അവിടെ എങ്ങനെയാണ് അവരെല്ലാം ഏതൊക്കെ ആക്ഷൻ കൊണ്ടാണ് അവർ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് ആൾക്കാർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അവരെങ്ങനെ ഇത്ര നല്ലതായിട്ട് അല്ലെങ്കിൽ ഒരു യുണീക്ക് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്. അതായത് അവിടെയുള്ള ആർക്കും ഒരു പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാതെ, അതായത് പോസിറ്റീവായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അവർക്കെല്ലാവർക്കും എങ്ങനെ ജസ്റ്റിസ്, റെസ്പോൺസിബിലിറ്റി, വർക്ക് എത്തിക്, ലീഡർഷിപ്പ്, ടീം വർക്ക്, പർപ്പസ്, എങ്ങനെയാണ് ഇവരെല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് പല ഈ സ്ഥാപനങ്ങളിലായിട്ട്. പക്ഷെ ഇതിനെല്ലാം എങ്ങനെയാണ് അവർ ക്രോഡീകരിച്ച്, അതായത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്, അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. എല്ലാ സ്ഥാപനങ്ങളിലും അത് നടക്കത്തില്ല.
അപ്പം ഇവരുടെ ഈ വിജയിച്ച സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ആക്ഷൻസ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഇതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്, അതൊക്കെ പഠിക്കാൻ പറ്റും പോസിറ്റീവ് സൈക്കോളജി. അപ്പം ഇത്രയുമാണ് സെലിഗ്മാൻ്റെ PP1-ൻ്റെ എയിം ആൻഡ് സ്കോപ്പ് പറയുന്നത്. ഫസ്റ്റ് അതിൻ്റെ സെലിഗ്മാൻ്റെ ഒരു അജണ്ടയുണ്ട്, അതൊരു 3 പോയിൻ്റ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഷെൽഡൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് ഓപ്റ്റിമൽ ഫങ്ഷനിങ്, അവിടെ ഒരു 3 പോയിൻ്റ് ഉണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് സൈക്കോളജി സെൻറ്റർ എവിടെയാണ് സ്ഥാപിച്ചതെന്നൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ അവരുടെ ഈ പോസിറ്റീവ് സൈക്കോളജി സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ ഈ പോസിറ്റീവ് സൈക്കോളജിയെ പറ്റി ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതും. പിന്നെ 3 സെൻട്രൽ കൺസേൺസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി. ഇത്രയുമാണ് എയിം ആൻഡ് സ്കോപ്പ് ഓഫ് PP1 എന്ന് പറയുന്നത്. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം, PP2. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് ലോങ്ങായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, എന്നാലും മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ നമുക്ക് സ്വന്തം വാചകത്തിൽ അങ്ങ് എഴുതാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി നീട്ടിയെടുക്കുന്നത്. താങ്ക് യു.